ഒരു മന്ത്രവാദിനി തന്റെ കയ്യിലുള്ള മാജിക് പോഷൻ ഉപയോഗിച്ച് ഒരു ആൺകുട്ടിയെ എലിക്കുട്ടിയാക്കി മാറ്റാൻ നോക്കി. ആ കുട്ടിക്ക് തന്റെ പഴയ രൂപത്തിലോട്ട് മാറാൻ വേണ്ടി നമുക്ക് ആ ആന്റിഡോട്ട് കണ്ടുപിടിച്ചേ മതിയാവും. ഈ 8 ഗ്ലാസ്സുകളിൽ ആ ആന്റിഡോട്ട് ഏതായിരിക്കും? അതാ, നമുക്ക് ഈ ടേബിളിന്റെ ഉള്ളിൽ നിന്ന് ഒരു മാഗ്നിഫയർ കിട്ടിയല്ലോ. ഇതിൽ നിന്ന് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? ഓ, ഇത് മരുന്നല്ല. അങ്ങനെ ഒരു ഗ്ലാസ് ഔട്ടായി. ഇനി എങ്ങനെ കണ്ടുപിടിക്കുക? ഈച്ചയെ കൊണ്ട് കുടിപ്പിച്ചു നോക്കാം. അയ്യോ, അത് ചത്തുപോയല്ലോ. അപ്പൊ ഇതുമല്ല. ആ വാതിലിന്റെ പുറകിൽ എന്താണുള്ളത്? അവിടെ ഒരു പട്ടി ഉണ്ടല്ലോ. പട്ടിയെ കൊണ്ട് മണപ്പിച്ചു നോക്കാം. അതിൽ പച്ചഗന്ധം വരുന്നുണ്ട്. അപ്പൊ അതും ആന്റിഡോട്ട് അല്ല. ടേബിളിൽ ഒരു തെർമോമീറ്റർ ഉണ്ടല്ലോ. നമുക്ക് ഇത് വെച്ചിട്ട് നോക്കിയാലോ? എല്ലാ ഗ്ലാസ്സിലും വെച്ച് നോക്കി. അങ്ങനെ ഇതിൽ സ്പൈസി അല്ലാത്ത ആന്റിഡോട്ടും ഔട്ടായി. ഈ ടേബിളിൽ ഇരിക്കുന്ന ഈ ആപ്പിൾ ഒന്ന് വെച്ച് നോക്കിയാലോ? അയ്യോ, ഈ ആപ്പിൾ നശിച്ചു പോയല്ലോ. അപ്പൊ ഇതുമല്ല. ഇനി നമുക്ക് അവിടെ ഇരിക്കുന്ന സ്പൂൺ എടുത്തിട്ട് അല്ലാതെ നന്നായി ഒന്ന് കലക്കി നോക്കിയാലോ? ഇതിന്ന് പുക വന്നു. അപ്പൊ ഇതുമല്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആന്റിഡോട്ട് ബ്ലൂ കളർ ആയിരുന്നു. ഇത് വലിച്ചു നീക്കി സ്റ്റിക്കർ മാറ്റിയപ്പോ ശരിയായ ആന്റിഡോട്ട് കിട്ടി. കുട്ടിയുടെ അസുഖം നമ്മൾ മാറ്റി കൊടുത്തല്ലോ. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കല്ലേ. ഇനി അടുത്ത ടാസ്ക് നമുക്ക് നോക്കിയാലോ? കുട്ടികളെ നോക്കാൻ നമുക്ക് ആരുടെങ്കിലും ഒക്കെ കയ്യിൽ കൊടുക്കാം. ആദ്യം അച്ഛന്റെ കയ്യിൽ തന്നെ ആവട്ടെ. ഒരാളെ നമുക്ക് നമ്മുടെ പൂച്ചസാറിന്റെ അടുത്ത് കൊടുക്കാലോ. പൂച്ചസാർ ഇത്തിരി കലിപ്പിലാണല്ലോ. ഇനി അടുത്ത് നമുക്ക് പട്ടിക്കുട്ടിയുടെ കയ്യിൽ കൊടുക്കാം. അവൻ നന്നായി നോക്കിക്കോളും. ജനാല തുറക്കാൻ കഴിയണില്ലല്ലോ. നമുക്ക് TV ഓൺ ആക്കി നോക്കിയാലോ? നമുക്ക് ടോമിന്റെ കയ്യിൽ കൊടുത്താലോ? അയ്യോ, ഈ ടോം എന്താ ചെയ്തേ? അയ്യോ, നമ്മൾ ഫെയിലായി പോയല്ലോ. ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രാവശ്യം നമുക്ക് ഉണ്ണീനെ ഈ സ്ലൈഡിൽ വെക്കാം. 2 പേരെ അവിടെ സെറ്റാക്കി വെച്ചു. ബാത്റൂമിന്റെ ഉള്ളിൽ ഇനി എവിടെ വെക്കാം? അവിടുത്തെ ജനല തുറക്കാൻ പറ്റുമോ നോക്കാം. ഇതാരും ഒളിഞ്ഞു നോക്കുന്നേ? ഒരു പണിയില്ലാതിരിക്കല്ലേ. ഇതാ കൊച്ചിനെ നോക്ക്. ഇവിടെ ഒരു തൊട്ടിയിലുണ്ടല്ലോ. ഒരു ഉണ്ണി തൊട്ടിയിലേക്ക് എടുക്കട്ടെ. TV വേറെ ചാനൽ വെച്ച് നോക്കും. അയ്യോ, ഈ പ്രേതം നോക്കും. ഇനി കുട്ടീനെ പ്രേതത്തിന്റെ കയ്യിൽ കൊടുത്തു നോക്കിയാലോ? അത് നോക്കിക്കോളൂ. ഇനി കുട്ടിയെ ആരുടെ കയ്യിലാണ് കൊടുക്കുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമന്റ് ഇട്ട് സഹായിച്ചേ. ഞാൻ ആരുടെ കയ്യിൽ കൊടുക്കും? കുട്ടീനെ അമ്മയുടെ കയ്യിൽ കൊടുത്താലോ? അമ്മ പണി എടുത്തുകൊണ്ടിരിക്കുക. ഇനി ദേഷ്യപ്പെടുവോ? എന്തായാലും കൊടുത്തു നോക്കാം. അമ്മയ്ക്ക് സന്തോഷമായല്ലോ. ഒരാളെയും കൂടി പിടിക്കാൻ പറ്റുമോ? ഒരാളെയും കൂടി പിടിച്ചു. ഇനി ഒരെണ്ണത്തിന് അച്ഛന് പിടിക്കാൻ പറ്റുമോ? ക്ലോസറ്റ് പിടിച്ചു. ക്ലോസറ്റ് എങ്ങനെയാ കുട്ടീനെ നോക്കണേ? ഈ അച്ഛന് ഒരു കുട്ടിയെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂല്ലോ. ജനാല തുറക്കം ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാം. ഇപ്രാവശ്യം തുറന്നല്ലോ. 2 ഹാങ്കർ ഉണ്ട്. അപ്പൊ 2 കുട്ടികളെയും തൂക്കിയിടാം. ഇനി ഒരു കുട്ടി മാത്രം ബാക്കിയായി. ഇതിന് ആരുടെ കയ്യിൽ കൊടുക്കും? ആരുടെ കയ്യിൽ പിടിക്കും? പൂച്ച സാറേ, ഒരാളെയും കൂടി തനിക്ക് പിടിക്കാൻ പറ്റുമോ എന്തോ? കൊടുത്തോക്കാം. എന്തൊക്കെ പറഞ്ഞാലും പൂച്ചസാർ സ്നേഹമുള്ളവനാണ്. അങ്ങനെ നമ്മൾ ഈ ലെവലും കംപ്ലീറ്റ് ആക്കിയേ. നിങ്ങൾക്ക് എങ്ങനത്തെ ഗെയിം കളിക്കാൻ ഇഷ്ടം? അത് കമന്റ് ഇടണേ. ഞാൻ അതുപോലത്തെ ഗെയിംസ് എല്ലാം ട്രൈ ചെയ്യാം. ഇതൊരു പെർഫെക്റ്റ് വെഡ്ഡിങ് ഫോട്ടോ ആക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കല്യാണ പെണ്ണിനെ ഒരുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ കാലി കിടക്കുന്ന ടൈ എടുത്ത് നമുക്ക് ചെക്കനെ ഇട്ട് കൊടുക്കാം. അവന്റെ കോട്ടാണെങ്കിൽ ഈ പെണ്ണിട്ടേക്കണേ, അതും നമുക്ക് തിരിച്ച് അവനെ ഇട്ട് കൊടുക്കാം. കല്യാണ പെണ്ണ് ഇടേണ്ട വൈറ്റ് ഷോള് ഈ പെണ്ണാണല്ലോ ഇട്ടേക്കണേ, അതും നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. ഒരു ചെരുപ്പ് എറിഞ്ഞു കളഞ്ഞിട്ട് ഇരിക്കണ പൊട്ടൻ, അവന് ചെരുപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടിട്ട് ഒരു ഗെയുടെ കല്യാണം പോലെ ഇല്ലേ? ഈ 2 ചെക്കന്മാരുടെ കൈയും ആക്ഷനൊക്കെ കറക്റ്റ് ആക്കണം. നമുക്ക് കൈ താഴ്ത്തിടാൻ പറഞ്ഞിട്ട് അവൻ വയറ്റിൽ കയറി കൈ പിടിച്ചേക്കാം. കൈ മര്യാദയ്ക്ക് ഇടടാ. ഒരു സൈഡിൽ ഒടുക്കത്ത് കെട്ടിപ്പിടുത്താണെങ്കിൽ അടുത്ത സൈഡിൽ ദേഷ്യപ്പെട്ട് വെക്കുക. അവരൊന്ന് സ്നേഹത്തിൽ നിന്നൂടെ? ഇവരുടെ 2 പേരുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറ്റാം. കറക്റ്റ്. ഇനി ഈ പെണ്ണു അവർ 2 പേരും സന്തോഷത്തിലായി നിൽക്കുന്നുണ്ടല്ലോ. മറ്റേ 2 പേരും വായിക്കോടെ വെള്ളം ഒഴിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ മുഖത്തെ എക്സ്പ്രഷനും ശരിയാക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ഫോട്ടോ എടുത്തിരിക്കുന്നു. 3 മിനിറ്റിൽ ഈ പെണ്ണെ റെയിൻബോ മുടി സെറ്റാക്കി കൊടുക്കണം. ഷോള് കൊണ്ട് നീല മുടിയായി. പിസി കിടക്കണ പൈനാപ്പിൾ എടുത്ത് നമുക്ക് മഞ്ഞ ഷെയ്ഡും കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് ഈ പിങ്ക് കളർ ടേബിൾ ക്ലോത്ത് എടുത്താലോ? ഇതുകൊണ്ട് പിങ്ക് ഷെയ്ഡും കൊടുത്തു. ഇനി നിങ്ങൾ വേഗം ഗസ് ചെയ്ത് പറയൂ. വേഗം പറയൂ. ഇനി എങ്ങനെയാ കളർ കൊടുക്കുക? ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ. ഇത് നമുക്ക് ആ ബാക്കിലുള്ള ചെടിയിലൊന്ന് ഒഴിച്ചു നോക്കാം. അതിലൊരു റെഡ് റോസ്. അപ്പൊ റെഡ് കളറും കിട്ടി നമുക്ക്. ഇനി ഈ കത്രിക കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? ഒന്നും വെട്ടാൻ സാധിക്കണില്ലല്ലോ. വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ പാവം പൂച്ചയുടെ രോമം തന്നെ വിടേണ്ടി. സോറി പൂച്ചേ. പെൺകുട്ടിയുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാനാ. ഓറഞ്ച് ഷെയ്ഡും ഇപ്പൊ ആയല്ലോ. ഇനി ആ ജനാലൊന്ന് തുറന്നു നോക്കിയാലോ? അവിടെ പച്ച കളറ് നമുക്ക് കിട്ടിയേ. നമ്മള് കറക്റ്റായിട്ട് ഗസ് ചെയ്ത ലൈക്ക് അടിച്ച്. ഇനി നമുക്ക് ആ വാതിലിന്റെ ബാക്കിൽ എന്താ നോക്കിയാലോ? ഈ ബാത്റൂമിൽ നമുക്ക് പർപ്പിൾ കളറും കിട്ടിയേ. ഇപ്പൊ എത്ര കളറ് നമുക്ക് കിട്ടി? ഒന്ന് എണ്ണി നോക്കിക്കേ. അങ്ങനെ നമുക്ക് 7 കളറും കിട്ടി. ഇനി ഇത് ഹെയർ ഡ്രൈ ചെയ്ത് നോക്കാം. അവള് സുന്ദരിയായല്ലോ. നിങ്ങളോട് സഹായത്തിനും നന്ദി. ഇത്ര നേരം കളിച്ചാൽ ഏത് ലെവലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ? അയ്യോ, ഈ കുട്ടി കേജിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇവനെ നമുക്ക് പെട്ടെന്ന് സഹായിക്കണം. ബാക്കിലൊരു ചീസ് ഇരിക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു ഹോളും ഉണ്ട്. അപ്പം അവിടെ ഒരു എലി ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ചീസ് എടുത്തിട്ട് എലിക്കുട്ടി വെച്ച് നോക്കാം.
എലി വന്നല്ലോ, ഈ പൂച്ച എലീനെ ഓടിപ്പിക്കട്ടെ. ഇതെങ്ങനെ അല്ലല്ലോ കളി. എലിയെ കൊണ്ടുപോയി നമുക്ക് കമ്പിയുടെ അടുത്ത് വെച്ച് നോക്കിയാലോ. എലി സഹായിക്കണ പോലെ നമുക്ക് ഇനി പൂച്ചനെയും വെച്ച് നോക്കാം. ആ പൂച്ചയെ സഹായിക്കണുണ്ട്, അപ്പൊ ഈ പട്ടിക്കുട്ടിയെ സഹായിക്കുമല്ലോ. ഓ 3 പേരും ആഞ്ഞു ശ്രമിച്ചിട്ടും തുറക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ ചേച്ചോണ്ടിരിക്കുന്ന പയ്യെ സഹായിക്കാത്ത എന്താ? അങ്ങനെ വടി കൊണ്ട് തലക്കടിക്കുക. ഇനി വാതിൽ തുറക്കാൻ പറ്റുമോ? സോപ്പ് ഉണ്ട്, സോപ്പ് കൊണ്ടൊന്ന് മിനുസാക്കി നോക്കിയാലോ. കമ്പികളെല്ലാം കുറച്ചും കൂടി മിനുസാവട്ടെ. പക്ഷെ പിന്നെയും സ്റ്റക്കായി ഇരിക്കുകയാണല്ലോ. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് കമ്പിയുടെ വീതി കൂട്ടാൻ പറ്റുമോ നോക്കാം. നീളത്തിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് നമുക്ക് ഇവിടെ കുത്തി വെച്ച് നോക്കാം. ഇനി നമുക്ക് ആ ജനാല ഒന്ന് തുറന്ന് നോക്കിയാലോ. ജനാലയുടെ അവിടെ എന്താ? മരം കൊത്തി ഉണ്ട്. മരം കൊത്തിക്ക് മരമല്ലേ കൊത്താൻ പറ്റൂ, കമ്പി കൊത്താൻ പറ്റുമോ? എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അയാളുടെ കളിയാക്കൽ കഴിഞ്ഞില്ലേ, ഇയാൾക്കൊന്ന് സഹായിച്ചൂടെ? ഇയാളെ കൊണ്ട് സഹായിപ്പിക്കാൻ നോക്കാം. അയാളും സഹായിക്കുന്നുണ്ട്. ഇത് അച്ഛനായിരുന്നു. അപ്പം അമ്മയുടെ ദേഷ്യം കൂടി നമുക്കൊന്ന് മാറ്റാം. അമ്മയും കൂടി ഒന്ന് സഹായിക്കാം അമ്മേ. ഇപ്പം ഫാമിലി മൊത്തം ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് ഇത് എന്താ ഇത് വലിക്കാൻ പറ്റാത്ത? ഇനി എന്താ ചൂലും വെച്ച് കൊടുക്കുക? പിന്നെ സ്റ്റക്ക്. ഇനി എന്താ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുക? നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ വേഗം എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കട്ടെ. ഇവിടെ ഒരു ടി വി ഉണ്ടല്ലോ. ടി വി ഓണാക്കിയ വാക്യൂം ക്ലീനർ വെച്ച് വാക്യൂം വെച്ച് നമുക്ക് വലിച്ചെടുക്കാൻ നോക്കാം. വാടാ പുറത്തേക്ക് വാടാ. അവൻ അങ്ങനെ രക്ഷപ്പെട്ടു. ഇതുപോലത്തെ ഗെയിംസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ ഇനിയും കളിക്കാം.